തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ യുൻവുവിനെ അതേപോലെ കിം ജോഹാനെയുമാണ്. അവരാണെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ പെട്ടെന്ന് നമ്മുടെ യുൻവു ചുമക്കുന്നു. അവനാണെങ്കിൽ ആ ലേഡീൻ്റെ അടുത്തായി സോറി പറയുന്നുണ്ട്. ആ ലേഡിയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാണ്. ആ ലേഡിയാണെങ്കിൽ അവൻ്റെ അടുത്തായി ഞാൻ അറിഞ്ഞല്ലോ ഈ ലിറിക്സ് നീയാ എഴുതിയെന്ന്, എൻ്റെ നീ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ? യുൻവു ആണെങ്കിൽ ഇല്ല എന്ന് പറയാണ്. പക്ഷേ ആ ലേഡിയാണെങ്കിൽ എനിക്ക് കണ്ടിട്ട് തോന്നുന്നു നീ ആരോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇത് കേട്ട് നമ്മുടെ യുൻവു ആണെങ്കിൽ ഒന്ന് സാഡ് ആവുന്നുണ്ട്. എനിക്ക് നിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലായി നീ ആരോ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ നിൻ്റെ ഈ ബിസി ഷെഡ്യൂൾ കാരണം കൊണ്ട് നിനക്ക് അവളെ കാണാൻ പറ്റുന്നില്ല, അതിലെ നീ സാഡായിരിക്കുന്നത്. യുൻവു ആണെങ്കിൽ ഇന്നലത്തെ കാര്യം ഓർക്കുകയാണ്. അവൻ യുങ്സാങ്ങിനെ അന്വേഷിച്ച് ഓഫീസിൽ വരികയും അതേപോലെ തന്നെ നമ്മുടെ യുങ്സാങ് കേട്ട പകുതി പാട്ട് അവൻ കേൾക്കുകയാണ്. പക്ഷേ അത് സോഹിങ്ങിൻ്റെ എന്ന് പറയുമ്പോൾ അവനിക്ക് വളരെയധികം സാഡാവുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ യുങ്സാങ് വരികയാണ്. യുങ്സാങ് ആണെങ്കിൽ നീ എപ്പോൾ വന്നു? ഞാനിപ്പോൾ വന്നോളൂ അതും പറഞ്ഞ് അവനാണെങ്കിൽ അവളുടെ കയ്യിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അവളാണെങ്കിൽ നമുക്ക് ഇന്ന് രണ്ടുപേർക്ക് എന്തായാലും ചിക്കൻ കഴിക്കാൻ പോവാം. യുൻവു ആണെങ്കിൽ എനിക്ക് ചിക്കൻ ഇഷ്ടമല്ല എന്ന് പറയാണ്. അവളാണെങ്കിൽ ഒരു കാഞ്ചി നീ കുറേ ബീഫ് കഴിച്ചോ? അവനാണെങ്കിൽ അതും വേണ്ടാന്ന് പറയാനാണ്. യുങ്സാങ് ആണെങ്കിൽ നീ എന്താ വെജിറ്റേറിയൻ ആണോ? ഓ എനിക്ക് അറിയില്ലായിരുന്നു. യുൻവു ആണെങ്കിൽ ഓ അപ്പോൾ നീ എന്നെ ഇത്ര മനസ്സിലാക്കിയിട്ടുള്ളല്ലേ, അപ്പം എന്തായാലും എനിക്ക് കൺഫേമായി. അതും പറഞ്ഞു യുൻവു അവിടെ നിന്ന് പോകുന്നു. യുൻവു ആണെങ്കിൽ പോകുന്നതിന് മുമ്പ് നീ നിൻ്റെ ഇയർഫോണിൽ ഇത്രയും സൗണ്ട് വെക്കരുത്, അത് നിൻ്റെ ചെവിക്കായിരിക്കും കേട് എന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അവളാണെങ്കിൽ ആ ഇയർഫോൺ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. അവളാണെങ്കിൽ നമ്മുടെ സോയിങ്ങിൻ്റെ സോങ് അതിൽ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ച് നമ്മുടെ യുൻവു ആണെങ്കിൽ സാഡാവുകയാണ്. കിം ജോഹ ആണെങ്കിൽ നിൻ്റെ ഒപ്പം പുറത്തൊക്കെ പോകാൻ അവളെ വിളിച്ചായിരുന്നു. നമ്മുടെ യുൻവു ആണെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടുന്നതിന് മുമ്പേ ഞാൻ റിജക്റ്റ് ആയെന്ന് തോന്നുന്നു, നീ ഇതൊക്കെ കണ്ട് ഗീവപ്പ് ചെയ്യോ? എൻ്റെ വിധി ചിലപ്പോൾ അവളെ വേറൊരാളുടെ ഒപ്പം കാണാനായിരിക്കും. അതും പറഞ്ഞ് നമ്മുടെ യുൻവു ആണെങ്കിൽ സാഡാവുന്നു. അവനാണെങ്കിൽ അതൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ആ ലേഡീൻ്റെ അടുത്ത് കള്ളം പറയുക, ഞാനിതിപ്പോൾ ഫിലിമിൻ്റെ കാര്യം പറഞ്ഞതെന്നും പറഞ്ഞ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽജേനെയാണ്. എൽജ ഇപ്പം ഒരു ഇൻ്റർവ്യൂവിലാണുള്ളത്. ആ ആങ്കറാണെങ്കിൽ ഞാൻ ഇങ്ങനെ അറിഞ്ഞല്ലോ നിങ്ങളുടെ ഏജൻസി ഇങ്ങനെ പ്രോബ്ലത്തിലാവാൻ കാരണം ഒരു ഗ്രൂപ്പാണെന്ന്. ആ ടൈമിലല്ലായിരുന്നു നിങ്ങൾ ഡെബ്യൂ ചെയ്തത്, ഇതെല്ലാം സത്യമാണോ? എൽജി ആണെങ്കിൽ ഇത് സത്യമാണെന്ന് പറയുകയാണ്. 3 വർഷം മുമ്പ് സോൾ ഗ്രൂപ്പ് ഒരു പ്രോബ്ലത്തിൽ പെട്ടായിരുന്നു. അത് സ്റ്റാർലൈറ്റിനെയും ബാധിച്ചു. അതുകൊണ്ടാണ് അന്ന് സോൾ ഗ്രൂപ്പിന് പകരം ഞങ്ങളുടെ ഗ്രൂപ്പ് ഇട്ടത്, അല്ലെങ്കിൽ അന്നേ ദിവസം സോൾ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് നടന്നാനേ. അതിൽ വേറൊരു ആങ്കറാണെങ്കിൽ അപ്പോൾ ഈ കാരണം കൊണ്ടായിരുന്നു നിങ്ങൾ അന്ന് സ്റ്റേജിൽ കരഞ്ഞത്, ഇത് ജപ്പാനിൽ ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെ അതും പറഞ്ഞ് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ആ വീഡിയോയിലാണെങ്കിൽ നമ്മുടെ എൽജയുടെ കോൺസെർട്ടിനിടയിൽ നമ്മുടെ എൽജ ആണെങ്കിൽ കരയുന്നുണ്ട്. ഇത് കണ്ട മറ്റേ ആങ്കർ ആണെങ്കിൽ നിങ്ങൾ സത്യം പറ, നിങ്ങൾ എന്തിനാണ് ഒന്ന് കരഞ്ഞത്? നിങ്ങൾ സോൾ ഗ്രൂപ്പിന് വേണ്ടി സോറി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ശരിക്കുമല്ല അന്നേ ദിവസം സോൾ ഗ്രൂപ്പിൻ്റെ പെർഫോമൻസ് ആയിരുന്നു നടക്കേണ്ടത്, പക്ഷേ അന്ന് അവരുടെ ബാഡ് ലക്ക് ആയിരുന്നു. ആ ടൈമിലാണ് നിങ്ങൾക്ക് ആ ഒരു കോൺസെർട്ട് കിട്ടുന്നത്. എൽജ ആണെങ്കിൽ ആ ദിവസം തന്നെ നല്ല ഇമോഷണലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സോൾ ഗ്രൂപ്പിനോട് എനിക്ക് സോറി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ആങ്കറാണെങ്കിൽ ഞാൻ ജസ്റ്റ് തമാശക്ക് ചോദിച്ച എന്നയാൾ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിലാണ്. എല്ലാവരാണെങ്കിൽ വളരെയധികം ബിസിയാണ്. നമ്മുടെ സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസ് ചെയ്യുന്ന തിരക്കിലാണ് എല്ലാവരും. സാങ് ആണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ അടുത്തായി സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം ടോപ്പ് 50-ലെത്താൻ വളരെയധികം ഈസി ആയിരിക്കും അല്ലേ? അവളാണെങ്കിൽ BTSൻ്റെ സോങ് ബിൽബോർഡിലെ ഫസ്റ്റ് ചാർട്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഇരുന്ന് വെച്ചൊരു സ്റ്റാഫാണെങ്കിൽ നമ്മൾ പോപ്പ് സോങ്ങിൻ്റെ കോമ്പറ്റീഷനല്ല നിൽക്കുന്നത്, TV ഷോയുടെ കോമ്പറ്റീഷനാണ്. മിസ്റ്റർ കിം ആണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ സോങ് ടോപ്പ് 50-ലാണ് നിൽക്കണമെങ്കിൽ അവരെന്തായാലും കൊറിയയിൽ ഫേമസ് ആവും. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ മിസ്സിസ് കാങ് വരുന്നു. ഡയറക്ടർ കാങ് ആണെങ്കിൽ എല്ലാവരുടെ അടുത്തായി ഈ ആൽബം സോങ് മറ്റുള്ള ആൽബം സോങ് റിലീസ് ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അതിലൊരു സ്റ്റാഫാണെങ്കിൽ നമ്മളിപ്പോൾ ട്രെയിലർ മാത്രമാണ് റിലീസാക്കുന്നത്, നാളെ തൊട്ട് 1 by 1 ആയിട്ട് ഓരോന്ന് റിലീസാക്കും. മിസ്സിസ് കാങ് ആണെങ്കിൽ ഇനി സോൾ ഗ്രൂപ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, കാരണം ഇത് അവരുടെ ലാസ്റ്റ് ചാൻസാണ്. സോൾ ഗ്രൂപ്പിനെ ഇനി നിങ്ങൾ സഹായിക്കണം. അതും പറഞ്ഞ് നമ്മുടെ മിസ്സിസ് കാങ് അവിടെ നിന്ന് പോകുന്നു. അത് കഴിഞ്ഞ് സ്റ്റാഫ് എല്ലാവരും നമ്മുടെ സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസാവുന്നുള്ള തിരക്കിലായാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസാവുന്നത് കൊണ്ട് മീഡിയക്കാർ നമ്മുടെ സ്റ്റാർലൈറ്റ് ഏജൻസിയിലെ സ്റ്റാഫ്സിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതായാണ്. സ്റ്റാർലൈറ്റിലെ എല്ലാം സ്റ്റാഫാണെങ്കിൽ സോൾ ഗ്രൂപ്പിനെ പറ്റി നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത്, നമ്മുടെ മിസ്റ്റർ കിം വരെ. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ കിമ്മിനെ അതേപോലെ 2 സ്റ്റാഫിനെയാണ്. ഇവർ 3 പേരാണെങ്കിൽ ഒരു ഷാമിനെ കാണാനാണ് വന്നിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. അവരങ്ങനെ ഷാമനെ കാണുകയാണ്.
മിസ്റ്റർ കിം ആണെങ്കിൽ സോൾ ഗ്രൂപ്പിൻ്റെ കാര്യം ആ ഷാമൻ്റെ അടുത്ത് ചോദിക്കുന്നു. ആ ഷാമനാണെങ്കിൽ സോൾ ഗ്രൂപ്പ് ഇവിടം വരെ എത്തിയത് വളരെ കഷ്ടപ്പെട്ടാണ് എന്ന് പറയുകയാണ്. അതിലൊരു ലേഡി സ്റ്റാഫാണെങ്കിൽ ഷാമൻ്റെ അടുത്തായി സോൾ ഗ്രൂപ്പിനെ പറ്റി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ കുറച്ചും കൂടി പറയണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുകയാണ്. ആ ലേഡി സ്റ്റാഫാണെങ്കിൽ മിസ്റ്റർ കിമ്മിൻ്റെ അടുത്ത് പേ ചെയ്യാൻ പറയുകയാണ്. പിന്നെ കമ്പനി കാർഡ് എടുക്കണ്ട, മറ്റേ കാർഡ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ആ കാർഡ് കൊണ്ട് പൈസ കൊടുത്തെന്ന് വല്ലതും ഡയറക്ടർ കാങ് അറിഞ്ഞാൽ നമ്മുടെ തല പോകും. ആ ഷാമനാണെങ്കിൽ നിങ്ങൾ സ്റ്റാർലൈറ്റിൽ നിന്നാണോ വരുന്നത്? ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ എൽസ ഇവിടെ വന്നായിരുന്നെന്നും പറഞ്ഞ് ഒരു ബോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അതിലാണെങ്കിൽ എൽസയുടെ ഫോട്ടോയും സൈൻ ചെയ്ത ഒരു പേപ്പറും ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട മിസ്റ്റർ കിമ്മാണെങ്കിൽ എൽസ എന്തിനാ ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ആ ഷാമനാണെങ്കിൽ ആൾക്കാരുടെ ഫ്യൂച്ചർ നോക്കി ഞാൻ വളരെയധികം ടയേർഡായി എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിൻ്റെ ഫാൻസിനാണ്. അവരാണെങ്കിൽ ആൽബം റിലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ BTSൻ്റെ ഒരു ആൽബം റിലീസാവാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. 2025 വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ അവരും വെയിറ്റ് ചെയ്യുകയാണ്. ഫാൻസ് ആണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സോഹിങ്ങിൻ്റെ ഒരു പോസ്റ്റ് കാണുകയാണ്. അത് ഈ ആൽബം റിലീസാവുന്നതിന് മുമ്പ് ഓരോ ഫോട്ടോസായിട്ട് ഇടുമല്ലോ, ആ ഒരു ഇത് കാണുകയാണ്. അതിലെ സ്റ്റൈല് കണ്ടതും ഈ പെൺപിള്ളേരെല്ലാവരും കൂടി ഈ ഹെയർ സ്റ്റൈല് കറക്റ്റ് സോഹിങ് മംഗോളിയയിലായിരുന്നപ്പോൾ അതേ ഹെയർ സ്റ്റൈല്. പിന്നെ കാണിക്കുന്നത് ഐറിപ്പിനെയും അതേപോലെ ടിയോനെയാണ്. മീഡിയക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വീഡിയോ എടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡേറ്റിംഗ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ആരെയും ഡേറ്റിംഗ് ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനും പാടില്ല. ഞങ്ങൾ ഐഡോൾസാണ്. ഞങ്ങൾ ഫാൻസിനെ മാത്രമേ സ്നേഹിക്കാറുള്ളൂ. ഇനിയിപ്പോൾ അഥവാ ഞങ്ങൾ ഒരാളെ പ്രേമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ കോൺട്രാക്റ്റിനത് എതിരായിരിക്കും. അതുകൊണ്ട് 3 വർഷം കഴിയാതെ ഞങ്ങൾക്ക് ആരെയും ഡേറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട ഐറിപ്പാണെങ്കിൽ നമ്മുടെ 3 വർഷം എപ്പോഴേ കഴിഞ്ഞ് നമുക്ക് ഇനിയിപ്പോൾ ആരെ വേണമെങ്കിലും ഡേറ്റിംഗ് ചെയ്യാം എന്നവൻ പറയുകയാണ്. അപ്പോൾ ഈ റൂൾസ് മൊത്തം സോഹിങ്ങിന് മാത്രമുള്ളതാണോ? നമ്മളും അതിൽ പെടുമോ? ടിയോണെങ്കിൽ ടെൻഷനിൽ. അപ്പോൾ ഇനി അവർ ആർമിയിൽ ജോയിൻ ചെയ്യാൻ പറയുമോ? പെട്ടെന്ന് ക്യാമറ ആണെങ്കിൽ നമ്മുടെ സോഹിങ്ങിൻ്റെ അടുത്തേക്ക് തിരിക്കുകയാണ്. അവരാണെങ്കിൽ സോഹിങ്ങിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റൂൾസിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നോ? സോഹിങ് ആണെങ്കിൽ അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റിംഗ് ചെയ്യാൻ പാടില്ലേ? പിന്നീട് ക്യാമറ നേരെ തിരിക്കുന്നത് നമ്മുടെ എൽസയുടെ മാനേജറുടെ അടുത്താണ്. അവരാണെങ്കിൽ മിസ്റ്റർ ഗുഹാൻ്റെ അടുത്തായി ഐഡോളുടെയും അതേപോലെ മാനേജറുടെയും തമ്മിലുള്ള റിലേഷനെ പറ്റി ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ഗുഹാനാണെങ്കിൽ ഞങ്ങൾ മാനേജേഴ്സ് എപ്പോഴും ഐഡോൾസിനെ ശത്രുക്കളിൽ നിന്നും അകറ്റി നിർത്തും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഗുഹാൻ്റെ അടുത്തേക്കായി നമ്മുടെ സോഹിങ് വരുന്നു. സോഹിങ് ആണെങ്കിൽ ശരിക്കും ഞങ്ങൾക്ക് 3 വർഷം കഴിയാതെ ഒരാളെ പ്രേമിക്കാൻ പറ്റില്ലേ? ഈ റൂൾസ് എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ടാവുന്നു? ഗുഹാനാണെങ്കിൽ നിൻ്റെ കരിയർ എപ്പോൾ തൊട്ട് തുടങ്ങിയ അപ്പോൾ തൊട്ട് ഇത് സ്റ്റാർട്ടായി. ഇത് കേട്ട സോഹിങ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസാകാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്റ്റാഫ്സിനെയാണ്. നമ്മുടെ യിങ്സാങ്ങും സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസാകാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പെട്ടെന്ന് അവളുടെ അടുത്തേക്കായി മീഡിയക്കാർ വരുന്നു. അവളാണെങ്കിൽ മീഡിയക്കാർ കണ്ടതും ഞാൻ സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവരുടെ ഓഫീസിൽ എല്ലാവരും ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക. അവളാണെങ്കിൽ സോൾ ഗ്രൂപ്പ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയതും നമ്മുടെ യിങ്സാങ് ആണെങ്കിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ അടുത്തേക്കായി സോഹിങ് വരുന്നു. സോഹിങ്ങിനെ കണ്ട യിങ്സാങ് ആണെങ്കിൽ നീ എന്താ ഇവിടെ ചെയ്യുന്നത്? ഞാൻ ചുമ്മാ വന്നതാണെന്ന് അവൻ പറയുകയാണ്. അവനാണെങ്കിൽ യിങ്സാങ്ങിൻ്റെ അടുത്തായി ഞാൻ ഡേറ്റിങ്ങിൻ്റെ കാര്യം ചോദിച്ചറിയാനാണ് വന്നത്. ഇതിനായിരുന്നു നീ ഇങ്ങോട്ട് വന്ന? യിങ്സാങ് ആണെങ്കിൽ റൂൾസ് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ഇനി നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നീ ഡയറക്ടർ കാങ്ങിൻ്റെ അടുത്ത് പോയി ചോദിക്കുക. സോഹിങ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ കോൺട്രാക്റ്റ് സൈൻ ചെയ്തതാണല്ലോ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ റൂൾസ് മാനേജേഴ്സ് ഫോളോ ചെയ്യേണ്ടവരോ? ഇത് കേട്ട യിങ്സാങ് ആണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു റൂൾസും ഇല്ല. പക്ഷേ നിങ്ങളുടെ ഒപ്പം ഞാൻ എത്ര കാലം നിൽക്കുന്നവോ 3 വർഷമല്ല 5 വർഷത്തേക്ക് പോലും എനിക്ക് ആരെയും ഡേറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട സോഹിങ്ങിനാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട്. അവനാണെങ്കിൽ ആൾക്ക് ടൈം കാണിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ 11:51 ഇതുവരെ എൻ്റെ ആൽബം റിലീസായിട്ടില്ല. ഇതിൻ്റെ അർത്ഥം എൻ്റെ കരിയർ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ആ ശരിയാണ്, അതിനിപ്പോൾ എന്താ? സോഹിങ് ആണെങ്കിൽ എനിക്ക് നിൻ്റെ മേലൊരിഷ്ടമുണ്ട്. നീയല്ലേ പറഞ്ഞത് എനിക്കിപ്പോൾ ആരെങ്കിലും അടുത്ത് ഇഷ്ടം തോന്നണമെങ്കിൽ അത് നിൻ്റെ അടുത്ത് വന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്? അവളാണെങ്കിൽ അവൻ്റെ അടുത്തായി നീ എന്താ
ഷൂട്ടിംഗ് വല്ലതും ചെയ്യണതാണ്. ഇവിടെ വല്ല ഹിഡൻ ക്യാമറ ഉണ്ടോ? പെട്ടെന്ന് നമ്മുടെ സോഹിങ് ആണെങ്കിൽ അങ്ങനെ കിസ് ചെയ്യുകയാണ്. സോഹിങ് ആണെങ്കിൽ ഇത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ വേദനിക്കുക ഞാൻ തന്നെയായിരിക്കും. അതും പറഞ്ഞ് നമ്മുടെ സോഹിങ് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സോൾ ഗ്രൂപ്പിൻ്റെ ആൽബം റിലീസാകാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്നതായാണ്. അങ്ങനെ ആൽബം റിലീസായതും എല്ലാവരും അത് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 14ാമത്തെ എപ്പിസോഡ് തീരുന്നത്.